അടുത്തതായിട്ട് സബ് ക്വസ്റ്റ്യൻ 5 ആണ്. ഏജ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ആണിത്. അപ്പൊ ഇങ്ങനെ കുറെ പ്രോബ്ലംസ് നമുക്ക് എക്സ്ട്രാ ക്വസ്റ്റ്യൻസിലൊക്കെ നമുക്ക് കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. 5 years hence the age of Jacob will be 3 times that of his son. അതായത് 5 വർഷങ്ങൾക്ക് ശേഷം ജേക്കബിന്റെ ഏജ് എന്ന് പറഞ്ഞാല് 3 times of his son ആയിരിക്കും. അതായത് മകന്റെ ഏജിന്റെ 3 times ആയിരിക്കും ജേക്കബിന്റെ ഏജ്. ഓക്കെ, അടുത്ത സെന്റൻസിലേക്ക് പോകാം. 5 years ago. 5 years ago means 5 വർഷങ്ങൾക്ക് മുന്നേ. Jacob's age was 7 times that of his son. അതായത് ജേക്കബിന്റെ ഏജ് എന്ന് പറഞ്ഞാല് 7 times എന്തുമായിരിക്കുന്നു? സണ്ണിന്റെ ഏജിന്റെ 7 times ആയിരുന്നു ജേക്കബിന്റെ ഏജ്. ഓക്കെ, ഫൈൻഡ് their present ages. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്? പ്രസന്റ് ഏജ് പറഞ്ഞിട്ടുണ്ട്, അതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സോ അപ്പൊ നമ്മൾ എന്ത് എഴുതാം? ഇവിടെ എഴുതുവാണ് ഞാൻ പ്രസന്റ് ഏജ്. പ്രസന്റ് ഏജ് ഓഫ് ജേക്കബ്, അതിന് ഞാൻ എക്സ് കൊടുത്തു. അത് കണക്ക് തന്നെ പ്രസന്റ് ഏജ് ഓഫ് സൺ കൊടുക്കുവാണ്, അതിന് ഞാൻ വൈ. അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഫൈൻഡ് their present ages. അതുകൊണ്ട് തന്നെ കണ്ടുപിടിക്കാനുള്ള എന്താണോ അതിന് ഞാൻ എക്സ് എന്നും വൈ എന്നും കൊടുത്തു. ഓക്കെ, ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് പറഞ്ഞിട്ടുണ്ട്? 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയും 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥയും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ആദ്യം പറഞ്ഞിരിക്കുന്നത് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. സോ അപ്പൊ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാല് 5 വർഷം, ഇപ്പൊ നമുക്ക് പ്രസന്റ് ഏജ് എഴുതി. ഓക്കെ, ഇതിന് തൊട്ട് മുന്നേ എന്തായിരിക്കും? പാസ്റ്റ് ആയിരിക്കും അല്ലെ? സോ അപ്പൊ എന്താ എഴുതാം? ഏജ് ബിഫോർ 5 years. അപ്പൊ ഞാൻ ഫസ്റ്റിൽ എഴുതുന്നത് ജേക്കബിന്റെ ആണ് ആദ്യം എഴുതുന്നത്. അപ്പൊ ഇവിടെ എഴുതാൻ വേണമെങ്കിൽ ജേക്കബ്സ് ഏജ് ബിഫോർ 5 years എന്തായിരിക്കും? ഇപ്പോഴത്തെ ഏജ് എക്സ് ആണ്. അപ്പൊ 5 വർഷങ്ങൾക്ക് മുന്നെയോ എക്സിന്ന് എത്ര കുറയ്ക്കണം? 5 കുറയ്ക്കണം. 5 എക്സ് മൈനസ് 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സൺസ് ഏജ് ബിഫോർ സെയിം ബിഫോർ 5 years. അതായത് ആ മകന്റെ ഏജ് 5 വർഷങ്ങൾക്കുള്ള മുമ്പേ ഉള്ള മകന്റെ ഏജ് എന്തായിരിക്കും? മകന്റെ ഏജ് ഇപ്പോ വൈ ആ. 5 വർഷങ്ങൾക്ക് മുന്നേ ആണെങ്കിലോ എന്ത് കിട്ടും? y മൈനസ് 5 എന്ന് നമ്മൾ കൺസിഡർ ചെയ്യണം. സോ അപ്പൊ നമ്മൾ പ്രസന്റും എഴുതി പാസ്റ്റും എഴുതി കഴിഞ്ഞു. അടുത്ത കേസ് എന്താണ്? 5 വർഷങ്ങൾക്ക് ശേഷം. അത് ഇവിടെ വരാം നമുക്ക്. സോ ഏജ് ആഫ്റ്റർ 5 years, 5 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ ഇത് ഫസ്റ്റിൽ എന്തുവാ? ജേക്കബ്. രണ്ടാം എന്തുവാ? മകന്റെ. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് കിട്ടും? ഇവിടെ എക്സ് ആണ്. 5 വർഷം കഴിയുമ്പോൾ വയസ്സ് കൂടുമല്ലേ? അപ്പൊ എന്ത് കിട്ടും? എക്സ് പ്ലസ് 5. മകന്റെ ഏജ് എന്താവും? വൈ പ്ലസ് 5. അപ്പൊ എല്ലാ ക്വസ്റ്റ്യൻസിലും ഇത് തന്നെയാണ് നമ്മൾ എഴുതേണ്ടത്. ഇങ്ങനെ ഒരു കാര്യം എഴുതാൻ കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഈസി ആവും. സോ പ്രസന്റ് ഏജിനെ എപ്പോഴും എക്സ് വൈ എന്ന് കൊടുക്കുക. 5 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ ഫാദറിന്റെ ഏജ് എക്സ് മൈനസ് 5. 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള മകന്റെ ഏജ് വൈ മൈനസ് 5. അത് കണക്ക് 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ പറയുമ്പോൾ ഇതിനുള്ള 5 കൂട്ടണം. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം. അപ്പൊ ഇത്ര എഴുതി വെച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ക്വസ്റ്റ്യൻ രണ്ടാമതൊന്നുകൂടെ നോക്കുന്നുള്ളൂ. സോ നോക്കേ, 5 years hence the age of Jacob will be 3 times that of his son. 5 വർഷങ്ങൾക്ക് ശേഷം. അപ്പൊ നമ്മൾ ഇവിടെ വരണം. ഓക്കെ ആണോ? 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്, ഇവിടെ വരണം. അപ്പൊ നോക്കേ, ജേക്കബ്സ് ഏജ് വിൽ ബി. അപ്പൊ ജേക്കബിന്റെ ഏജ് എത്രയാണ്? എക്സ് പ്ലസ് 5. ഞാൻ എഴുതുവാണ് ജേക്കബിന്റെ ഏജ് എന്ന് പറഞ്ഞാല് 3 times ഓഫ് ഹിസ് സൺ. 3 times എന്തുവാണ്? സണ്ണിന്റെ ഏജാ. അപ്പൊ നമുക്ക് എഴുതാം ജേക്കബിന്റെ എന്തുവാ? എക്സ് പ്ലസ് 5 ഇസിക്കൽ ടു 3 times സണ്ണിന്റെ ഏജ് എത്ര? വൈ പ്ലസ് 5. ഇതിനെ സോൾവ് ചെയ്യണം. ഓക്കെ, നോക്കേ, എക്സ് പ്ലസ് 5 ഇസിക്കൽ ടു 3y പ്ലസ് 15. എക്സും വൈ ഒരുമിച്ച് കൊണ്ടുപോവാ. എക്സ് മൈനസ് 3y ഇസിക്കൽ ടു 15 മൈനസ് 5. എക്സ് മൈനസ് 3y ഇസിക്കൽ ടു 10 എന്ന് കിട്ടും. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പൊ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് തന്നെ നമ്മൾ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുത്തു. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കേ, 5 years ago. അപ്പൊ നമ്മൾ എവിടെ വരണം? ഈ പാർട്ടിലോട്ട് എത്തിച്ചേരണം. 5 വർഷങ്ങൾക്ക് മുന്നേ ജേക്കബ് ഏജ് വാസ്. അപ്പൊ ജേക്കബ് ജെ ഇസിക്കൽ ടു എഴുതി 7 times that of his son. 7 times of എന്ത്? സൺ. അപ്പൊ ഞാൻ ചുരുക്കിയ ജെ എസ് എഴുതിയേക്കുന്നത്. അപ്പൊ ജേക്കബിന്റെ ഏജ് 5 വർഷങ്ങൾക്ക് മുമ്പ് 7 times that of his son. സോ ജേക്കബിന്റെ ഏജ് എന്താണ്? എക്സ് മൈനസ് 5. ജേക്കബിന്റെ ഏജ് ഇസിക്കൽ ടു 7 times സണ്ണിന്റെ ഏജ് എന്തുവാ? y മൈനസ് 5 എന്ന് എഴുതി കൂടെ. സോ ജേക്കബിന്റെ ഏജ് എക്സ് മൈനസ് 5, സണ്ണിന്റെ ഏജ് എത്ര? y മൈനസ് 5. അപ്പൊ അതൊന്ന് സോൾവ് ചെയ്യുമ്പോൾ എക്സ് മൈനസ് 5 ഇസിക്കൽ ടു 7y മൈനസ് 35. എക്സ് മൈനസ് 7y ഇസിക്കൽ ടു മൈനസ് 35 പ്ലസ് 5. x minus 7y is equal to minus 30.
ഇത് ഇക്വേഷൻ നമ്പർ 2. അപ്പൊ നമുക്ക് ഇക്വേഷൻ 1 കിട്ടി, ഇക്വേഷൻ 2 കിട്ടി. ക്ലിയർ അല്ലേ? ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇക്വേഷൻ നമ്പർ 1. x minus 3y is equal to 10, x minus 7y is equal to minus 30. ഇത് സോൾവ് ചെയ്യാലോ, ഏതെങ്കിലും ഒരു മെത്തേഡ് ഇട്ട് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സും കിട്ടും വൈയും കിട്ടും. എക്സ് എന്തുവാ? പെർസെന്റേജ് ഓഫ് ജേക്കബ്. വൈ എന്തുവാ? പെർസെന്റേജ് ഓഫ് സൺ. എക്സ് 14/10 ആണ് നമുക്ക് കിട്ടുന്നത്. ക്ലിയർ ആയല്ലോ? അപ്പൊ നമുക്ക് ഈ ഏജിന്റെ പ്രോബ്ലം ഏത് വന്നാലും പെർസെന്റേജിന് എന്ത് കൊടുക്കുക? ഓരോരുത്തരുടെയും എക്സും വൈയും കൊടുക്കുക. 5 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥ പറയുമ്പോൾ x+5 y+5, 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കഥ വരുമ്പോഴത്തേക്ക് x-5 y-5 ഇട്ട് കൊടുക്കുക. സോ അപ്പൊ ഏത് സിറ്റുവേഷനിലാണോ അവർ പറയുന്ന സ്റ്റോറി പറയുന്നത് അതിനനുസരിച്ച് ഇവിടെ എഴുതി കൊടുക്കുക, ഇക്വേഷൻ ഫോം ചെയ്യുക. അത്രേ ഉള്ളൂ. ഈസി അല്ലേ? അടുത്തതായിട്ട് ഏജിന്റെ ഒരു പ്രോബ്ലം തന്നെ നമ്മൾ എടുത്തിരിക്കുവാണ്. 3.4 ക്വസ്റ്റ്യൻ നമ്പർ 2 സബ് ക്വസ്റ്റ്യൻ 2 ആണ് ഈ ഏജ് പ്രോബ്ലം. ജസ്റ്റ് ഇതും കൂടി നമുക്കൊന്ന് നോക്കാം. 5 years ago, Noori was thrice old as Sonu. Okay. 10 years later, Noori will be twice as old as Sonu. How old are Noori and Sona? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പെർസെന്റേജ് എഴുതണം. ഓക്കെ, ആദ്യമേ നമ്മൾ എന്താ എടുക്കുന്നത്? പ്രസന്റ് ഏജ് ഓഫ് ഫസ്റ്റ് ആള് നൂറി അല്ലേ, അപ്പൊ നൂറിയുടെ തന്നെ എടുക്കാം. എന്താ എടുക്കാം? എക്സ്. Therefore, present age of Sonu നമ്മൾ എന്തെടുക്കണം? y ആയിട്ട് എടുക്കണം. അപ്പൊ ഇതാണ് ഫസ്റ്റ് സെറ്റ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി അവർ പറഞ്ഞേക്കുന്നത് എന്തുവാണ്? നേരത്തെ 5 years ഒക്കെ ആയിരുന്നേ, ഇപ്പം ഇപ്പോഴും 5 years വരുന്നുണ്ട്. 5 years ago, 5 വർഷങ്ങൾക്ക് മുന്നേ. അപ്പൊ നമുക്ക് ഇവിടെ വരാൻ എന്തൊന്ന്? ഏജ് ഓഫ് നൂറി ബിഫോർ 5 year. 5 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള നൂറിയുടെ ഏജ് എന്തായിരിക്കും? x-5 ആയിരിക്കും. അത് കണക്ക് തന്നെ ഏജ് ഓഫ് സോനു ബിഫോർ 5 years ആകുമ്പോഴത്തേക്ക് എന്ത് വരും? y-5 ആയിരിക്കും. അപ്പൊ അത് അടുത്ത സെറ്റ് കിട്ടി. ഓക്കെ, ബിഫോർ പ്രസന്റ്. അതിനുശേഷം എന്താണ്? 10 years later. അടുത്ത 10 years കഴിഞ്ഞുള്ള കഥയാണ്. അപ്പൊ എന്ത് കിട്ടും നമുക്ക്? ഏജ് ആഫ്റ്റർ എന്താ എഴുതാം? 10 year. 10 yearsന് ശേഷമുള്ള ഏജ് എങ്ങനെ വരും? നൂറിയുടെ എന്ത് കിട്ടും നമുക്ക്? x+10ഉം സോനുവിന്റെ എന്ത് കിട്ടും നമുക്ക്? y+10ഉം. അപ്പൊ ഇങ്ങനെ എഴുതിയാലും മതി കേട്ടോ. ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കണമെന്നില്ല. ഏജ് ഓഫ് നൂറി ബിഫോർ 5 year അങ്ങനെ എഴുതണമെന്നില്ല. ഏജ് ആഫ്റ്റർ 10 year ആകുമ്പോൾ നൂറി x+10ഉം സോനു എന്തുവാ? y+10ഉം ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നമുക്ക് സ്റ്റേറ്റ്മെന്റിലേക്ക് പോവാം, ക്വസ്റ്റ്യനിലേക്ക് പോവാം. 5 years ago. അപ്പൊ ഇവിടെ വരാം. ഓക്കെ, 5 years ago നൂറി വാസ്. അപ്പൊ നൂറിയുടെ ഏജ് എഴുതണം. നൂറിയുടെ ഏജ് എത്രയാ? എക്സ്. അപ്പൊ n is equal to എന്ന് എഴുതാം. നൂറി വാസ് thrice as old as Sonu. So thrice as old as S. അപ്പൊ നൂറി is equal to thrice as old as Sonu. ക്ലിയർ ആണല്ലോ? സോ അപ്പൊ നൂറിയുടെ ഇട്ട് കൊടുക്കണം. x-5 is equal to 3 into y-5. അപ്പൊ ഇത് എഴുതാൻ അറിഞ്ഞുകൂടെങ്കിൽ പ്രശ്നമാണ്. ഓക്കെ, 5 years ago നൂറി വാസ്. അപ്പൊ നൂറിനെ പറ്റിയാണ് പറയുന്നത്. Therefore n is equal to thrice as old as Sonu. സോനുവിന്റെ ഏജിന്റെ 3 times ആണ് എന്ത്? നൂറിയുടെ ഏജ് വരുന്നത്. ഓക്കെ ആണല്ലോ? സോ അപ്പൊ അത് എഴുതി. ഇനി ഞാൻ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x-5 is equal to 3y-15. x-3y is equal to -15. ഇതിപ്പുറത്ത് വരുമ്പോഴത്തേക്ക് +5. x-3y is equal to -10. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അടുത്തത് നമുക്ക് എന്ത് നോക്കാം? അടുത്ത സെന്റൻസ് നോക്കാം. 10 years later. അപ്പൊ നമ്മൾ ഇവിടെ വന്നു. 10 yearsന് ശേഷം നൂറി വിൽ ബി. അപ്പൊ നൂറിനെ പറ്റിയാണ് പറയുന്നത്. twice as old as Sonu. That means twice as old as Sonu. അതായത് നൂറിയുടെ ഏജ് സോനുവിന്റെ ഏജിന്റെ എന്താണ്? ഡബിൾ ആണ്. twice as old as Sonu. സോ അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x+10 is equal to 2 into y+10 എന്ന് എഴുതാം. x+10 is equal to 2y+20. x-2y is equal to 20. ഈ 10 അപ്പുറത്ത് -10. x-2y is equal to 10. ഇത് ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, അങ്ങനെ ഈ രണ്ട് ഇക്വേഷൻസ് നമുക്ക് സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് x-3y is equal to -10ഉം x-2y is equal to 10ഉം കൂടി സോൾവ് ചെയ്യണം. ഇക്വേഷൻ നമ്പർ 1ഉം 2ഉം കൂടി സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോഴത്തേക്ക് x 50 y നമുക്ക് എന്തും കിട്ടും?
20 കിട്ടും. സോ ഇതാണ് പ്രസന്റ് ഏജ്. അതായത് നൂറിയുടെ ഏജ് 50യും സോനുവിന്റെ ഏജ് എന്തുവാണ് 20യും ആണ്. ക്ലിയർ ആയല്ലോ? ചെയ്യുന്ന പാറ്റേൺ പിടികിട്ടിയല്ലോ. അടുത്തതായിട്ട് എക്സസൈസ് 3.4 ക്വസ്റ്റ്യൻ നമ്പർ 2 പാർട്ട് 1 ആണ്. ഇഫ് വി ആഡ് 1 to the numerator and subtract 1 from the denominator, a fraction reduces to 1. അതായത് ഒരു ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്യുകയും ഡിനോമിനേറ്ററിൽ നിന്ന് 1 സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുവാണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായി മാറും? 1 ആയി മാറും എന്നാണ് പറഞ്ഞേക്കുന്നത്. അല്ലെങ്കിൽ ആ ഫ്രാക്ഷൻ റെഡ്യൂസ് ചെയ്ത് എന്തിലോട്ട് മാറും? 1 മാറും എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ ഫ്രാക്ഷൻ എന്താന്ന് പറഞ്ഞിട്ടില്ല. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ബിക്കംസ് 1/2. ഇത് 1/2 ആകും എപ്പോഴാണ്? ഇഫ് വി ഓൺലി ആഡ് 1 to the denominator. ഡിനോമിനേറ്ററിൽ മാത്രം 1 ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് 1/2 ആയി മാറും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ വാട്ട് ഈസ് ദ ഫ്രാക്ഷൻ? ഓക്കെ, അപ്പൊ ഫ്രാക്ഷൻ എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യനിലെ പോലെ തന്നെ let the numerator is equal to x. അതാണ് തന്നെ ഡിനോമിനേറ്റർ നമ്മൾ എന്താന്ന് കൊടുക്കും? y. അല്ലെ, എക്സും വൈയും ആണ് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും. therefore നമ്മൾ ഫ്രാക്ഷൻ എങ്ങനെ എഴുതും? ഫ്രാക്ഷൻ is equal to x by y എന്ന് എഴുതും. ഇതൊക്കെ നമുക്ക് കൈ നീട്ട് എഴുതാവുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് ഇനി നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതാം. ഇഫ് വി ആഡ് 1 to the numerator. അപ്പൊ നോക്കേ, ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്യണം. therefore എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് 1 ഫ്രം ഡിനോമിനേറ്റർ. ഡിനോമിനേറ്ററിൽ നിന്ന് 1 കുറയ്ക്കുകയും ചെയ്തു. ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിന്റെ കൂടെ 1 ആഡ് ചെയ്തു, ഡിനോമിനേറ്ററിൽ നിന്ന് 1 കുറച്ചു. എ ഫ്രാക്ഷൻ റെഡ്യൂസസ് ടു 1. ആ ഫ്രാക്ഷൻ എന്തിലോട്ട് മാറുമെന്നാണ് പറഞ്ഞേക്കുന്നത്? റെഡ്യൂസ് ചെയ്ത് 1 മാറുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ ഫ്രാക്ഷന്റെ ന്യൂമറേറ്ററിൽ 1 ആഡ് ചെയ്യുകയും ഡിനോമിനേറ്ററിൽ 1 കുറയ്ക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഫ്രാക്ഷൻ ഫൈനലി എന്തിലോട്ട് പോകും? 1 മാറും. 1 മീൻസ് 1/1 എന്നുള്ളതാണ്. ഓക്കെ, സോ അപ്പൊ നമുക്ക് ഇത് ക്രോസ് ചെയ്യാം. 1 into x plus 1 is equal to 1 into y minus 1 y minus 1. ഓക്കെ, x ഉം y ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ x minus y is equal to -1 plus 1 ഇപ്പുറത്ത് പോകുമ്പോൾ -1 ആവും. സോ x minus y is equal to -2. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ അല്ലേ? അടുത്തതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റ് ബിക്കംസ് മീൻസ് ആ ഫ്രാക്ഷൻ ബിക്കംസ് എന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഇറ്റ് ബിക്കംസ് 1/2 if we only add 1 to the denominator. ആ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിന്റെ കൂടെ 1 മാത്രം ആഡ് ചെയ്യുവാണെങ്കിൽ ആ ഫ്രാക്ഷൻ എന്തായി മാറും എന്നാ പറഞ്ഞേക്കുന്നത്? 1/2 ആവും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ ഫ്രാക്ഷന്റെ ഡിനോമിനേറ്ററിനോട് 1 ആഡ് ചെയ്തപ്പോൾ 1/2 കിട്ടണം. സോ നമുക്ക് ക്രോസ് ചെയ്യാം. 2 into x 2x is equal to 1 into y plus 1 y plus 1. therefore 2x minus y is equal to 1. ഇക്വേഷൻ നമ്പർ 2. ക്ലിയർ ആയല്ലോ? അപ്പൊ രണ്ട് ഇക്വേഷൻസ് കിട്ടി. ഏതൊക്കെയാ? x minus y is equal to -2. അത് ഇക്വേഷൻ നമ്പർ 1. അടുത്ത എന്താണ്? 2x minus y is equal to 1. ഇതാണ് ഇക്വേഷൻസ് 1 ഉം 2. അപ്പൊ ഇത് ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്താൽ എക്സും വൈയും കിട്ടും. അതിനുശേഷം ആ ഫ്രാക്ഷൻ എഴുതാൻ പറ്റും. ക്ലിയർ അല്ലേ? സോ അപ്പൊ നോക്കേ, സെയിം സൈൻ ആകുമ്പോൾ സബ്ട്രാക്ട് ചെയ്യണം. therefore ഇക്വേഷൻ നമ്പർ 1 മൈനസ് ഇക്വേഷൻ നമ്പർ 2 ചെയ്യുമ്പോൾ എലിമിനേഷൻ മെത്തേഡാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സൈൻ മാറ്റി കൊടുക്കും. പ്ലസ് 2x മൈനസ് 2x ആവും, മൈനസ് y പ്ലസ് y ആവും, 1 എന്തോ -1 ആവും. സോ മൈനസ് 2x പ്ലസ് x കൂടെ മൈനസ് x, മൈനസ് y പ്ലസ് y കൂടെ ക്യാൻസൽ ആയി പോയി. -2 -1 കൂടെ എന്ത് കിട്ടും? -3. സോ -x is equal to -3, x is equal to 3. therefore put x is equal to 3 in എവിടെ ഇട്ട് കൊടുക്കാം? നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഇട്ട് കൊടുക്കാം. x minus y is equal to -2. x ന്റെ വാല്യൂ 3. 3 minus y is equal to -2. 3 plus 2 is equal to y എന്ന് എഴുതാം. കാര്യം y അപ്പുറത്ത് കൊണ്ടുപോയി. ഓക്കെ, therefore 5 is equal to y അല്ലെങ്കിൽ y is equal to 5. അപ്പൊ രണ്ട് വാല്യൂസ് കിട്ടി. x 3ഉം y എന്തും കിട്ടി? 5ഉം കിട്ടി. therefore ഫ്രാക്ഷൻ എന്താണ്? ഫ്രാക്ഷൻ മീൻസ് x by y ആണ്. x ന്റെ വാല്യൂ 3, y യുടെ വാല്യൂ 5. therefore 3/5 ആണ് ഫ്രാക്ഷൻ. ഓക്കെ, അടുത്തതായിട്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. Meena went to a bank to withdraw ₹2,000. She asked the cashier to give her ₹50 and ₹100 notes only. Meena get 20 notes in all. Find how many notes of ₹50 and ₹100 she received. അതായത് മീന 2000 rupees എടുക്കാനായിട്ടാണ് ബാങ്കിൽ പോയത്. ഓക്കെ,
അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കാഷ്യറിനോട് പറയുവാണ് മീനയ്ക്ക് വേണ്ടത് എന്തോ 50 രൂപയുടെ നോട്ടും 100 രൂപയുടെ നോട്ടും മാത്രം മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ മൊത്തത്തിൽ 2000 രൂപ കിട്ടണം. പക്ഷെ നോട്ട്സ് എങ്ങനെ മതി? 50ന്റെയും 100ന്റെയും മാത്രം മതി. ഓക്കെ, സോ അവൾക്ക് അപ്പം 25 നോട്ട്സ് ആണ് കാഷ്യർ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, 50 രൂപയുടെ നോട്ടും 100 രൂപയുടെ നോട്ടുമാണ് കൊടുത്തത്. മൊത്തത്തിൽ ഒരു 25 നോട്ട് കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെയാണെങ്കിൽ അവരുടെ ക്വസ്റ്റ്യൻ ഇതാണ്, എത്ര ₹50 നോട്ട് ഉണ്ട്, എത്ര ₹100 നോട്ട് ഉണ്ടെന്നാണ് കണ്ടുപിടിക്കാനുള്ളത്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഹൗ മെനി നോട്ട്സ് ഓഫ് ₹50 ആൻഡ് ₹100 ഷീ റിസീവ്ഡ്. സോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അത് വെച്ചിട്ട് തന്നെ ആൻസറിലേക്ക് പോവാണ്. ലെറ്റ് ദ നമ്പർ ഓഫ് ₹50 നോട്ട്സ്, 50 രൂപയുടെ നോട്ടുകൾ നമ്മൾ എക്സ് എന്നും, ലെറ്റ് ദ നമ്പർ ഓഫ് ₹100 നോട്ട്സ്, 100 റുപ്പി നോട്ട്സ് എത്ര കിട്ടും നമുക്ക്? Y നമ്പറും കിട്ടിയെന്ന് നമ്മൾ എടുക്കും. ഓക്കെ, സോ ഇപ്പൊ ഇത് കണ്ടിന്യൂ ചെയ്തതിന് മുമ്പ് ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ സെയിം ബാങ്കിൽ തന്നെ ഒരാൾ വന്നു, അയാൾക്ക് വേണ്ടത് 500 റുപ്പിയാണ്. ഓക്കെ, അപ്പൊ അയാള് 50 രൂപയുടെ 4 നോട്ടും അയാൾക്ക് കിട്ടി, 100 റുപ്പിയുടെ 3 നോട്ട്സും അയാൾക്ക് കിട്ടിയെന്ന് ഇരിക്കട്ടെ. ഞാനൊരു എക്സാമ്പിൾ പറയാം, കുറച്ചെങ്കിലും ആൾക്കാർക്ക് ഇത് മനസ്സിലാകത്തില്ല, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സാമ്പിൾ പറയുന്നത്. ഓക്കെ, അപ്പം ഒരാള് 500 രൂപ എടുക്കാനാണ് ബാങ്കിൽ വന്നത്. സോ അയാൾക്ക് കിട്ടിയത് 50 രൂപയുടെ 4 നോട്ട്. ഓക്കെ, അപ്പൊ എത്രയായി? 200. 100ന്റെ 3 എത്രയായി? 300. 200 പ്ലസ് 300 എത്രയായി? 500 ആയി. ഓക്കെ അല്ലേ? സോ അപ്പം ഇതിൽ നിന്ന് നമുക്ക് നോക്കേ, ₹50 നോട്ടിന്റെ എണ്ണം എത്ര? എക്സ്. അപ്പൊ എക്സ് എത്ര? ഇവിടെ 50 രൂപയുടെ നോട്ട് എത്ര ഉണ്ട്? 4 Y എന്താണ്? 100 റുപ്പി നോട്ടിന്റെ എണ്ണമാണ്. Y എത്രയാണ് ഇവിടെ? 3 ഉണ്ട് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് എഴുതാം എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 1 2 3 4 5 6 7 നോട്ട് ഉണ്ട് അല്ലേ? അതായത് 50 രൂപയുടെ നോട്ടും 100 രൂപയുടെ നോട്ടും കൂടെ കൂട്ടുമ്പോൾ മൊത്തം എത്ര എണ്ണം? 7 രൂപ എന്നല്ല, അതാണ് എല്ലാവർക്കും കൺഫ്യൂഷൻ. അതായത് എക്സ് എന്ന് പറഞ്ഞാൽ 50 രൂപ നോട്ടുകളുടെ എണ്ണം, വൈ എന്താണ്? 100 രൂപ നോട്ടുകളുടെ എണ്ണം. സോ ഈ കേസിൽ എക്സ് പ്ലസ് 5 എന്താണ്? 7. 1 2 3 4 5 1 2 3 4 5 6 7 മൊത്തം 7 ഉണ്ട്. അതായത് എക്സും വൈയും കൂടെ കൂട്ടുമ്പോൾ 7. എക്സിന്റെ വാല്യൂ എത്ര? 4. വൈ എത്രയാണ്? 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 7. അതുപോലെ ഇവിടെ എഴുതി കൂടെ നമുക്ക്. സോ എക്സ് എന്ന് പറഞ്ഞാൽ 50 രൂപ നോട്ടുകളുടെ എണ്ണം, വൈ എന്താണ്? 100 രൂപ നോട്ടുകളുടെ എണ്ണം. ഓക്കെ, അപ്പൊ ഈ കേസിൽ എക്സ് പ്ലസ് വൈ എത്രയാ? മൊത്തത്തിൽ എത്ര നോട്ട്സ് കിട്ടി എന്ന് പറഞ്ഞിട്ടുണ്ട്. 25 നോട്ട്സ് ആർക്ക് കിട്ടി? മീനയ്ക്ക് കിട്ടി. Therefore x plus y is equal to 25. ഇക്വേഷൻ നമ്പർ 1. ക്ലിയർ ആവുന്നുണ്ടോ? ഈ കേസിൽ തന്നെ നമുക്ക് നോക്കാം അടുത്തത്. ഓക്കെ, നമുക്കറിയാം 50 റുപ്പിയുടെ എത്ര നോട്ടുണ്ട്? 4. Therefore ഇവിടെ എക്സ് എത്ര? 4. വൈ എത്രയാണ്? 3 അല്ലെ? സോ അപ്പൊ എക്സ് 4ഉം വൈ 3ഉം ആണ്. അതായത് എക്സ് എന്ന് വെച്ചാൽ 50 രൂപ നോട്ടിന്റെ എണ്ണം, വൈ എന്തുവാ? 100 രൂപ നോട്ടുകളുടെ എണ്ണം. സോ അപ്പൊ നമുക്ക് ടോട്ടൽ എമൗണ്ട് എത്രയാണെന്ന് നമുക്ക് അറിയാം. എത്രയാണ്? 500 ആണെന്ന് നമുക്ക് അറിയാലോ ടോട്ടല്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ഈ ടോട്ടലിനെ 50 ഗുണം 50ന്റെ എത്ര എണ്ണം ഉണ്ട്? 4. ഓക്കെ, 4. ദാറ്റ് മീൻസ് ഇത് എക്സ് പ്ലസ് ഇവിടെ എത്രയാ? 100ന്റെ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. ദാറ്റ് മീൻസ് y is equal to 500. അപ്പൊ ഇതിനെ ഇങ്ങനെ എഴുതിക്കൂടെ? 50x പ്ലസ് 100y is equal to 500 എന്നും എഴുതിക്കൂടെ? അതായത് 50 രൂപയുടെ എത്ര എണ്ണം? എക്സ് നമ്പർ പ്ലസ് 100 രൂപയുടെ എത്ര എണ്ണം? y നമ്പർ is equal to ടോട്ടൽ എമൗണ്ട്. അതുപോലെ ഇവിടെ എഴുതാം നമുക്ക് ടോട്ടൽ. ഓക്കെ അല്ലേ? സോ ഇത് നോട്ടുകളുടെ എണ്ണമാണ്. ടോട്ടൽ എമൗണ്ട് എത്രയാണ് നമുക്ക് ഇവിടെ വന്നേക്കുന്നത്? 2000 രൂപയല്ലേ? എത്ര? 2000 രൂപയാണ് ടോട്ടൽ കിട്ടിയേക്കുന്നത്. ഓക്കെ, അതിനെ എങ്ങനെ എഴുതാം? 50 രൂപയുടെ എത്ര എണ്ണം ആയിരിക്കും? എക്സ് നമ്പർ നമുക്ക് അറിഞ്ഞൂടാ. Therefore 50x. ഓക്കെ അല്ലേ? പ്ലസ് 100 രൂപയുടെ എത്ര എണ്ണം ആയിരിക്കും? y ആയിരിക്കും. Therefore 100 into y is equal to 2000. അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എക്സും വൈയും കിട്ടും. ഓക്കെ ആണല്ലോ? സോ അപ്പൊ ഞാൻ ഇത്രയും ഒരു എക്സാമ്പിൾ പറഞ്ഞു വന്നത് ഈ കാര്യം നന്നായിട്ട് മനസ്സിലാവാനായിട്ടാണ്. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. സോ അപ്പൊ ഇതിന് ശേഷം ഇത് സോൾവ് ചെയ്തെടുക്കുക. നോക്കേ, ഈ ഇക്വേഷൻ ഈ രീതിയിൽ തന്നെ സോൾവ് ചെയ്യണമെന്നില്ല. നമുക്ക് 2നെ ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. ഇക്വേഷൻ 2 ഡിവൈഡഡ് ബൈ 50 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എക്സ്, ഇവിടെ പ്ലസ് എത്ര? 2y is equal to 50 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര കിട്ടും? 40 കിട്ടും. ഇക്വേഷൻ നമ്പർ 3. അപ്പൊ ഇനി 1ഉം 3ഉം കൂടെ സോൾവ് ചെയ്താൽ മതി. അതായത് ഇക്വേഷൻ നമ്പർ 2നെ ത്രൂ ഔട്ട് ഞാൻ 50 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇക്വേഷൻ നമ്പർ 2 ഡിവൈഡ് ബൈ 50. ഓക്കെ, 50 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോഴത്തേക്ക് x plus 2y is equal to 40. ഇനി ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്തെടുത്താൽ മതി. നോക്കേ, ആ ഇക്വേഷൻസ് എഴുതുന്നത് x plus y is equal to 25
എക്സ് പ്ലസ് 2y ഇസ് ഈക്വൽ ടു 40. ഇതാണ് ആ രണ്ട് ഇക്വേഷൻസ്. ഓക്കെ, 1ഉം 3ഉം. അപ്പൊ നോക്കേ, സെയിം സൈൻ ഞാൻ എന്ത് ചെയ്യും, സബ്ട്രാക്ട് ചെയ്യാൻ പോവാണ്. 1 മൈനസ് 3 ചെയ്യുവാണ്. ഇവിടെ മൈനസ് മൈനസ് മൈനസ്. സോ എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ആയി പോയി. y മൈനസ് 2y കൂടെ മൈനസ് y ഇസ് ഈക്വൽ ടു പ്ലസ് 25 മൈനസ് 40 കൂടെ ആകുമ്പോൾ മൈനസ് 15. y ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? 15. സോ പുട്ട് y ഇസ് ഈക്വൽ ടു 15 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 1 ഇട്ട് കൊടുക്കുമ്പോൾ x പ്ലസ് y ഇസ് ഈക്വൽ ടു 25. x പ്ലസ് 15 ഇസ് ഈക്വൽ ടു 25. x is equal to 25 minus 15. x is equal to 10. So നമുക്ക് എന്ത് കിട്ടി? x is equal to 10ഉം y is equal to 15ഉം കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? ₹50 നോട്ട്സ് എത്ര എണ്ണമാണ്? 10 നമ്പേഴ്സ്. റുപ്പീസ് 100 നോട്ട്സ് എത്ര എണ്ണമാണ്? 15 നമ്പേഴ്സും ആണ് അയാൾക്ക് അല്ലെങ്കിൽ മീനയ്ക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. സോ എക്സിന്റെ വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. എക്സ് എന്താണ്? നമ്പർ ഓഫ് ₹50 നോട്ട്സ് എത്ര എണ്ണമാണ്? 10 എണ്ണം. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 10 × 50 ആകുമ്പോ എത്ര ആവും? 500 എണ്ണം ആവും. ഓക്കെ, പ്ലസ് y 15. 15 എത്ര എണ്ണമാണ്? ₹100 നോട്ടാ. 15 × 100 1500. മൊത്തത്തിൽ എത്രയായി? 2000 രൂപ. ഓക്കെ ആണല്ലോ, ക്ലിയർ അല്ലേ? സോ അപ്പൊ മെയിൻ ആയിട്ട് ഈ രണ്ട് ഇക്വേഷൻസ് ഡിറൈവ് ചെയ്തിരിക്കുന്നതിനകത്താണ് ഇന്നത്തെ കാര്യം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഇത് എഴുതിയെടുക്കുക.